ലോക ചരിത്രത്തിൻ്റെ ഇരുണ്ട ഇടനാഴികളിലൂടെ ഒരു രഹസ്യയുദ്ധത്തിൻ്റെ കഥ പറയാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് അമേരിക്കൻ സാമ്രാജ്യത്വവും ബ്രിട്ടനെ പോലുള്ള പാശ്ചാത്യ ശക്തികളും കമ്മ്യൂണിസവും തമ്മിലുള്ള ഒരു നിശബ്ദ പോരാട്ടത്തിൻ്റെ കഥയാണ്. എന്തുകൊണ്ടാണ് അവർ കമ്മ്യൂണിസത്തെ ഒരു മഹാശത്രുവായി കണ്ടത്? അവരുടെ ആഗോള മേധാവിത്വത്തിന് കമ്മ്യൂണിസം ഒരു വെല്ലുവിളിയാവുമെന്ന് എന്തുകൊണ്ടാണ് അവർ കരുതിയത്? CIA-യും MI6ഉം ലോകമെമ്പാടും നടത്തിയ രഹസ്യ ഓപ്പറേഷനുകളുടെ പിന്നിലെ ഞെട്ടിക്കുന്ന വസ്തുതകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒടുവിൽ ഈ യുദ്ധത്തിൻ്റെ തിരമാലകൾ കേരളത്തിൻ്റെ തീരങ്ങളിലും എത്തിയിട്ടുണ്ട്. ആ കഥ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? 1957 കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താഴെയിറക്കാൻ വിദേശ ശക്തികൾ ഇടപെട്ടിരുന്നു എന്ന ആരോപണം ഒരുപാട് പേർ തമാശയായി കളിയാക്കിക്കൊണ്ട് പറയുന്നത് നമ്മൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവണം. ഈ കഥ ആകാംക്ഷയോടെ നമുക്കൊരുമിച്ച് അനാവരണം ചെയ്യാം. എല്ലാം തുടങ്ങുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഒരു ആശയത്തിൻ്റെ ജന്മത്തോടെയാണ്. 1948 കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതി. ലോകമെമ്പാടുമുള്ള തൊഴിലാളികളെ ഐക്യപ്പെടുവിൻ. ഈ വാചകം ഒരു മുദ്രാവാക്യമായി. തൊഴിലാളികളുടെ ഹൃദയങ്ങളിൽ ഇത് തീ പോലെ പടർന്നു. സ്വകാര്യ സ്വത്ത് ഇല്ലാതാക്കുക, ഉൽപ്പാദനോപാധികൾ പൊതുഉടമസ്ഥതയിലാക്കുക, എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുക, ഇതായിരുന്നു കമ്മ്യൂണിസത്തിൻ്റെ സ്വപ്നം. പക്ഷേ ഈ സ്വപ്നം പാശ്ചാത്യ ലോകത്തിന് ഒരു പേടി സ്വപ്നമായിരുന്നു, അന്നും ഇന്നും. അന്ന് വ്യാവസായിക വിപ്ലവം യൂറോപ്പിനെ മാറ്റിമറിച്ചു. ഫാക്ടറികൾ ഉയർന്നു, പക്ഷേ തൊഴിലാളികൾ അടിമകളെപ്പോലെ ജീവിച്ചു. 12ഉം 13ഉം പ്രായമുള്ള കുട്ടികൾ പോലും 16 മണിക്കൂർ ജോലി ചെയ്തു. ശമ്പളം വളരെ തുച്ഛം, അവകാശങ്ങളില്ല. ജന്മിമാർ ഭൂമി കൈയടക്കി, കർഷകർ കടക്കണിയിൽ കുരുങ്ങി. മാർക്സിൻ്റെ വാക്കുകൾ ഈ ചൂഷണത്തിനെതിരെ ഒരു കലാപമായി മാറി. നഷ്ടപ്പെടാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കൈവിലങ്ങുകൾ മാത്രമെന്ന ഈ ആശയം തൊഴിലാളികൾക്ക് പ്രത്യാശ നൽകി. പക്ഷേ മുതലാളിത്ത ശക്തികൾക്ക് ഇത് ഉറക്കം നഷ്ടപ്പെടുത്തി. മുതലാളിത്തം എല്ലായ്പ്പോഴും സ്വകാര്യ ലാഭത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും അടിത്തറയിലാണ് നിലനിൽക്കുന്നത്. ബ്രിട്ടൻ്റെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ആഫ്രിക്കയിലും ഏഷ്യയിലും കോളനികളായി കൈയടക്കി. അമേരിക്ക ലാറ്റിൻ അമേരിക്കയെ തങ്ങളുടെ ബാർക്കയാടായി കണ്ടു. എണ്ണ, ധാതുക്കൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവയെല്ലാം അവർ നിയന്ത്രിച്ചു. കമ്മ്യൂണിസം ഈ ചൂഷണത്തെ ചോദ്യം ചെയ്തു. തൊഴിലാളികളും അവഗണിക്കപ്പെട്ട ജനതയും ഉണർന്നു. വിയറ്റ്നാമിൽ ഹോച്ചിമിങ് ഫ്രഞ്ച് കോളനിവൽക്കരണത്തിനെതിരെ പോരാടി. ഇന്തോനേഷ്യയിൽ സുകാർണോ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിച്ചു. പാശ്ചാത്യ ശക്തികൾക്ക് ഇതൊരു വലിയ ഭീഷണിയായി. 1917 റഷ്യൻ വിപ്ലവം കമ്മ്യൂണിസത്തെ യാഥാർത്ഥ്യമാക്കി കാണിച്ചു തന്നു. വ്ളാദിമിർ ലെനിൻ നയിച്ച ബോൾഷെവിക്കുകൾ സാർ രാജവംശത്തെ തൂത്തെറിഞ്ഞു. അങ്ങനെ സോവിയറ്റ് യൂണിയൻ ജനിച്ചു. ബ്രിട്ടനും അമേരിക്കയും സാർ ഭരണകൂടത്തിൻ്റെ വൈറ്റ് ആർമിയെ പിന്തുണച്ചു, പക്ഷേ പരാജയപ്പെട്ടു. സോവിയറ്റ് യൂണിയൻ ഒരു വൻ ശക്തിയായി. 2ാം ലോകമഹായുദ്ധത്തിൽ ഹിറ്റ്ലറെ തോൽപ്പിക്കാൻ സോവിയറ്റ് യൂണിയൻ്റെ പങ്ക് വളരെ നിർണായകമായിരുന്നു. യുദ്ധാനന്തരം കിഴക്കൻ യൂറോപ്പിൽ പോളണ്ട്, ഹംഗറി, ചെക്കോസ്ലോവാക്യ എന്നിവ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലായി. 1949 ചൈനയിൽ മാവോ സേതുങ് വിപ്ലവം വിജയിച്ചു. ഈ ചുവന്ന തരംഗം പാശ്ചാത്യ ശക്തികളെ ഭയപ്പെടുത്തി. അവരുടെ കോളനികളിലേക്ക് ഈ ആശയം പടരുമോ എന്നവർ ഭയപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ അവരുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ എന്നേക്കുമായി നഷ്ടപ്പെടും. 1947 അമേരിക്കൻ പ്രസിഡന്റ് ഹാരി ട്രൂമാൻ ഡോക്ട്രിൻ പ്രഖ്യാപിച്ചു. കമ്മ്യൂണിസത്തെ തടയാൻ ഏത് രാജ്യത്തെയും സഹായിക്കും. മാർഷൽ പ്ലാൻ വഴി യൂറോപ്പിനെ സാമ്പത്തികമായി പുനർനിർമ്മിച്ചു. കമ്മ്യൂണിസത്തിൻ്റെ വളർച്ച തടഞ്ഞു. പക്ഷേ ഇത് പോരായിരുന്നു. രഹസ്യ നീക്കങ്ങൾ ആവശ്യമായി. ഇവിടെ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി CIA രംഗത്തെത്തി. 1947 സ്ഥാപിതമായ ഈ ഏജൻസി ശീതയുദ്ധത്തിൻ്റെ നിഴൽ യുദ്ധത്തിൽ മുൻനിരയിലായിരുന്നു. ബ്രിട്ടൻ്റെ MI6ഉം അവരുടെ പങ്കാളിയായി. ഈ യുദ്ധം ശീതസമരമല്ലായിരുന്നു, അത് ഒരു രഹസ്യ യുദ്ധമായിരുന്നു. രക്തരൂഷിതവും നിഗൂഢവും. CIA-യും MI6ഉം ജനാധിപത്യ സർക്കാരുകളെ അട്ടിമറിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്തി. പാശ്ചാത്യ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചു. ഈ കഥയിൽ ഓരോ അധ്യായവും ഒരു സിനിമയെ വെല്ലുന്ന ആകാംക്ഷ നിറഞ്ഞതാണ്. 1983 ഇറാനിൽ ഒരു രഹസ്യ ഓപ്പറേഷൻ നടക്കുന്നു. ഓപ്പറേഷൻ അജാക്സ്. ഇറാനിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട നേതാവ് പ്രധാനമന്ത്രി മുഹമ്മദ് മൊസാദേഖ് എണ്ണ വ്യാപാരം ദേശസാൽക്കരിച്ചു. ബ്രിട്ടീഷ് ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനിയുടെ ഇപ്പോഴത്തെ BP-യുടെ മേധാവിത്വം അവസാനിപ്പിച്ചു. ബ്രിട്ടനും അമേരിക്കയും ഞെട്ടിത്തെറിച്ചു. എണ്ണ അവരുടെ സാമ്പത്തിക ജീവനാഡിയായിരുന്നു. CIA-യും MI6ഉം കൂടി ഒരു രഹസ്യ പദ്ധതി ആസൂത്രണം ചെയ്തു. അവർ വ്യാജ ആക്രമണങ്ങൾ സംഘടിപ്പിച്ചു. മോസ്കുകളിൽ ബോംബുകൾ വെച്ചു. കമ്മ്യൂണിസ്റ്റുകളെ കുറ്റപ്പെടുത്തി. മാധ്യമങ്ങളെ സ്വാധീനിച്ചു. മൊസാദേഖിനെതിരെ പ്രൊപ്പഗണ്ടകൾ പ്രചരിപ്പിച്ചു. രാഷ്ട്രീയക്കാരെ വിലക്ക് വാങ്ങി. പ്രകടനങ്ങൾക്ക് ധനസഹായം നൽകി. 1983 ഓഗസ്റ്റ് 19 സൈന്യം മൊസാദേഖിനെ അറസ്റ്റ് ചെയ്തു. പാശ്ചാത്യ അനുകൂലിയായ ഷാ മുഹമ്മദ് റേസ പേൽവിയെ അധികാരത്തിൽ തിരിച്ചെത്തിച്ചു. എണ്ണ തിരികെ പാശ്ചാത്യരുടെ കൈകളിലെത്തി. ഇറാനിലെ ജനാധിപത്യം അങ്ങനെ മരണപ്പെട്ടു. അടുത്ത അധ്യായം അങ്ങ് ഗ്വാട്ടിമാലയിൽ 1984. അതിൻ്റെ പേര് ഓപ്പറേഷൻ പിബി സക്സസ്. ഒരു സിനിമയെ വെല്ലുന്ന ഗൂഢാലോചന.
ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് പ്രസിഡന്റ് ജേക്കബ് അർബൻസ് ഭൂപരിഷ്കരണ നിയമങ്ങൾ കൊണ്ടുവന്നു. അമേരിക്കൻ യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനിയുടെ വൻ തോട്ടങ്ങൾ പുനർവിതരണം ചെയ്യപ്പെട്ടു. ഈ കമ്പനി അമേരിക്കൻ താൽപ്പര്യങ്ങളുടെ പ്രതീകമായിരുന്നു. അതിൻ്റെ ഡയറക്ടർമാർ CIA ബന്ധപ്പെട്ടിരുന്നു. $2.7 മില്യൺ ബജറ്റോടെ CIA ഒരു അട്ടിമറി ആസൂത്രണം ചെയ്തു. അവർ പ്രൊപ്പഗണ്ടകൾ പ്രചരിപ്പിച്ചു. അർബൻസിനെ കമ്മ്യൂണിസ്റ്റ് എന്ന് മുദ്രകുത്തി. വ്യാജ റേഡിയോ പ്രക്ഷേപണങ്ങൾ നടത്തി. ഒരു വലിയ ആക്രമണം നടക്കുന്നതായി ജനങ്ങളെ വിശ്വസിപ്പിച്ചു. ഗറില്ല സൈന്യത്തിന് ധനസഹായം നൽകി. അങ്ങനെ 1954 ജൂൺ 27 അർബൻസ് രാജിവെച്ചു. പകരം വന്ന ഭരണകൂടം വളരെ ക്രൂരമായിരുന്നു. ഗ്വാട്ടിമാലയെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളിവിട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. ഒരു രാജ്യം തന്നെ അങ്ങനെ തകർക്കപ്പെട്ടു. ഇത്തരം ഓപ്പറേഷനുകൾ ഒറ്റപ്പെട്ടവയല്ല. ചിലിയിൽ 1973 സാൽവദോർ അലൻഡയുടെ ജനാധിപത്യ സർക്കാരിനെ CIA അട്ടിമറിച്ചു. ഓഗസ്റ്റോ പിനോഷെറ്റിന്റെ ക്രൂരഭരണം അധികാരത്തിൽ വന്നു. ക്യൂബയിൽ ഫിഡൽ കാസ്ട്രോയെ വധിക്കാൻ നിരവധി ശ്രമങ്ങൾ നടത്തി. വിഷം, സ്ഫോടകവസ്തുക്കൾ, വിചിത്രമായ പദ്ധതികൾ. കോങ്കോയിൽ പാട്രിസ് ലൂംബയെ 1961 കൊല്ലപ്പെടുത്തി. ഇന്തോനേഷ്യയിൽ സുഗോർണയെ 1965 അട്ടിമറിച്ചു. 100,000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. വിയറ്റ്നാം യുദ്ധം, ലക്ഷക്കണക്കിന് മരണങ്ങൾ. ഇതെല്ലാം കമ്മ്യൂണിസത്തെ തടയാനുള്ള ശ്രമങ്ങളായിരുന്നു. ഈ സംഭവങ്ങൾ ഒരു പാറ്റേൺ വെളിപ്പെടുത്തുന്നു. പാശ്ചാത്യ ശക്തികൾ തങ്ങളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ജനാധിപത്യത്തെ പോലും തല്ലി തകർത്തു. എണ്ണ, ഭൂമി, വിഭവങ്ങൾ, ഇവയുടെ നിയന്ത്രണം നിലനിർത്താൻ അവർ ഏതറ്റം വരെയും പോയി. ഇപ്പോൾ ഈ രഹസ്യ യുദ്ധത്തിൻ്റെ ഏറ്റവും അവിശ്വസനീയമായ അധ്യായത്തിലേക്ക്. കേരളം 1987 ഏപ്രിൽ 5 EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിൽ അധികാരത്തിൽ വന്നു. ലോകം ഞെട്ടിത്തെറിച്ചു. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ. ഇത് ചരിത്രത്തിലെ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു. 1986 തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവ ലയിച്ച് കേരളം രൂപീകരിക്കപ്പെട്ടു. പക്ഷേ സമൂഹം ജാതിവർഗ വിവേചനങ്ങളാൽ വിഭജിക്കപ്പെട്ടിരുന്നു. ജന്മിമാർ ഭൂമി കൈയടക്കി വെച്ചു. കുടിയാന്മാർ കടക്കണിയിലായി. വിദ്യാഭ്യാസം ഉന്നതവർഗത്തിൻ്റെ മാത്രം അവകാശമായിരുന്ന ഒരു കാലം. തൊഴിലാളികൾ ചൂഷണം സഹിച്ചു. EMS സർക്കാർ ഈ അസമത്വങ്ങൾക്കെതിരെ ഒരു വിപ്ലവം ആരംഭിച്ചു. അവർ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു. ജന്മിമാരുടെ അധിക ഭൂമി പുനർവിതരണം ചെയ്യപ്പെട്ടു. കുടിയാന്മാർക്ക് ഉടമസ്ഥാവകാശം നൽകി. വിദ്യാഭ്യാസ ബിൽ പ്രൈവറ്റ് സ്കൂളുകളെ നിയന്ത്രിച്ചു. അധ്യാപകരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു. വിദ്യാഭ്യാസം സാർവത്രികമാക്കി. തൊഴിലാളി നിയമങ്ങൾ തൊഴിലാളികളെ സംരക്ഷിച്ചു. മിനിമം വേതനം ഉറപ്പാക്കി. ഈ പരിഷ്കരണങ്ങൾ കേരളത്തെ മാറ്റിമറിച്ചു. കുടിയാന്മാർ ഭൂമിയുടമകളായി. കുട്ടികൾ സ്കൂളുകളിലെത്തി. തൊഴിലാളികൾക്ക് അവകാശങ്ങൾ ലഭിച്ചു. പക്ഷേ ഈ വിപ്ലവം ഒരുപാട് ശത്രുക്കളെ സൃഷ്ടിച്ചു. ജന്മിമാർ, ചർച്ച്, കോൺഗ്രസ് ഇവർ 3 പേരും ഒരുമിച്ചു. 1958 വിമോചന സമരം ആരംഭിച്ചു. ആൻറ്റി കമ്മ്യൂണിസ്റ്റ് പ്രക്ഷോഭം. സ്കൂളുകൾ അടഞ്ഞുകിടന്നു. തെരുവുകളിൽ പ്രകടനങ്ങൾ, അക്രമങ്ങൾ. ഇവിടെ കഥ ഒരു സസ്പെൻസ് ത്രില്ലറിൻ്റെ രൂപം പൂണ്ടു. ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ CIA കൈകളുണ്ടായിരുന്നുവെന്ന വെളിപ്പെടുത്തലുണ്ടായി. ഡീക്ലാസിഫൈഡ് രേഖകൾ CIA ബന്ധത്തിൻ്റെ ഞെട്ടിക്കുന്ന സൂചനകൾ നൽകി. 1957 കമ്മ്യൂണിസ്റ്റ് വിജയം അമേരിക്കയും ബ്രിട്ടനെയും ഒരുപോലെ ഭയപ്പെടുത്തി. ലോകത്ത് ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പിലൂടെ കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ വന്നത് അവർക്ക് സഹിക്കാനാവുമായിരുന്നില്ല. ഈ വിജയം മറ്റ് രാജ്യങ്ങളിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമാകുമോ എന്നവർ ഭയപ്പെട്ടു. CIA ബ്രിട്ടീഷ് ഇൻ്റലിജൻസും കോൺഗ്രസിനെ പിന്തുണച്ചു. ഫണ്ട് നൽകി. പ്രതിഷേധങ്ങൾ ശക്തിപ്പെടുത്തി. അമേരിക്കൻ അംബാസഡർ എല്ലിസ് ബ്രിഗ്സ് പ്രതിഷേധക്കാരെ സന്ദർശിച്ചു. പണം ഒഴുകിയെന്ന് ആരോപണങ്ങളുണ്ടായി. 1959 ജൂലൈ 31 നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഉള്ള കേന്ദ്ര സർക്കാർ പ്രസിഡന്റ് രാജ് പ്രഖ്യാപിച്ചു. EMS സർക്കാരിനെ പിരിച്ചുവിട്ടു. അന്ന് നെഹ്റു ഇത് ചെയ്തത് ഏതോ വലിയ ബാഹ്യസമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് തോന്നിയിരുന്നതായി VR കൃഷ്ണയ്യർ പറഞ്ഞത് ഓർമ്മിക്കുന്നു. ഇത് ആർട്ടിക്കിൾ 356 ദുരുപയോഗമായിരുന്നു. ജനാധിപത്യത്തിൻ്റെ കൊലപാതകം. വിമോചന സമരം ജനകീയമെന്ന് വിളിച്ചെങ്കിലും വിദേശ ശക്തികളുടെ തന്ത്രങ്ങൾ അതിനെ നയിച്ചു എന്നത് പകൽ പോലെ വ്യക്തമായിരുന്നു. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അമേരിക്കയും ബ്രിട്ടനും തങ്ങളുടെ ആഗോള മേധാവിത്വം നിലനിർത്താൻ കമ്മ്യൂണിസത്തെ ഒരു ഭീഷണിയായി കണ്ടു എന്നാണ്. CIA MI6 നടത്തിയ രഹസ്യ ഓപ്പറേഷനുകൾ ഇറാൻ, ഗ്വാട്ടിമാല, ചിലി, കേരളം എന്നിവ ഇതിൻ്റെ തെളിവാണ്. ഇന്ന് സോവിയറ്റ് യൂണിയൻ തകർന്നെങ്കിലും ഈ തന്ത്രങ്ങൾ പുതിയ രൂപങ്ങളിൽ തുടർന്നു. വെനസ്വലയിലും ക്യൂബയിലും ഇറാനിലും സാമ്പത്തിക ഉപരോധങ്ങൾ, രാഷ്ട്രീയ ഇടപെടലുകൾ, മീഡിയ പ്രൊപ്പഗണ്ട ഇവയെല്ലാം ശീതയുദ്ധത്തിൻ്റെ പിന്തുടർച്ചയാണ്. ഈ കഥ ഒരു ഭൂതകാലത്തിൻ്റെ മാത്രമല്ല, ഇത് നമ്മുടെ ഇന്നിനെ രൂപപ്പെടുത്തിയ ശക്തികളെക്കുറിച്ചുള്ള ഒരു പാഠമാണ്. ലോകരാഷ്ട്രീയത്തിൻ്റെ ചരടുകൾ ആര് വലിക്കുന്നു? നമ്മുടെ ചരിത്രം ആരെഴുതുന്നു? സാമാജിക ശക്തികളോ അതോ ജനങ്ങളോ? ഈ ചോദ്യം ഈ കഥയുടെ ഹൃദയത്തിൽ തുടിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പ്രേക്ഷകരെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തേടുക തന്നെ വേണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീണ്ടും കാണുന്നതുവരെ